CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് അന്വേഷണത്തിലെ നിർണായക രേഖകൾ ഇന്ന് ഇഡിക്ക് ലഭിച്ചേക്കും. SFIO റിപ്പോർട്ടിന്റെ അനുബന്ധ രേഖകൾ ഇന്ന് ലഭിക്കും എന്നാണ് ഇഡിയുടെ പ്രതീക്ഷ. 134 രേഖകളാണ് ലഭിക്കുക. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വീണ ടിയുടെ അടക്കം തുടർ ചോദ്യം ചെയ്യലുകൾ നടക്കുക. വിപിൻ സി വിജയൻ ചേരുന്നു ഒരിക്കൽ കൂടി കൊച്ചിയിൽ നിന്ന്. വിപിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. നേരത്തെ ആവശ്യപ്പെട്ട രേഖകളിൽ കുറ്റപത്രം മാത്രമാണ് ഇഡിക്ക് ലഭിച്ചത്. ഇന്ന് ഈ രേഖകൾ ലഭിക്കുമോ? ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ രേഖകൾ ലഭിക്കാൻ തന്നെയാണ് ഏറ്റവും സാധ്യത കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനമായ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഇഡി കടക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം SFIOയുടെ കയ്യിലുള്ള ഈ 134 രേഖകൾ വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ആ രേഖകൾ എത്രയും വേഗം എന്ന ആവശ്യം SFIOയ്ക്ക് മുൻപിൽ തന്നെ ഇഡി പിന്നീട് വെച്ചതാണ്. പക്ഷേ ഇതുവരെയും ലഭിച്ചിരുന്നില്ല. ഇന്ന് ആ രേഖകൾ ലഭിക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഈ CMRLന്റെ 4 ഉദ്യോഗസ്ഥരെയും വീണ ടിയെ ഒരു തവണയും ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി അവർ എല്ലാം തന്നെ നൽകിയ മൊഴിയും ഇഡിയുടെ കയ്യിലുണ്ട്. ഇനി ഈ രേഖകൾ വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും സ്വാഭാവികമായിട്ടും നടക്കുക. 29-നാണ് വീണ ടി ഹാജരാകേണ്ടത്. 4 CMRL ഉദ്യോഗസ്ഥരെ ഇതുവരെ ചോദ്യം ചെയ്തു. പക്ഷേ ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവർ ഇനിയും എത്തേണ്ടതുണ്ട്. ഒപ്പം അവിടുത്തെ CMRLലെ ഉയർന്ന ഉദ്യോഗസ്ഥരും അവിടേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു സേവനമാണ് ഈ എക്സാലോജിക്ക് CMRL നൽകിയെന്നുള്ള പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇവരെല്ലാം തന്നെ ഒരു മൊഴി നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഇവർ നൽകിയിട്ടുള്ള രേഖകൾ ഏതൊക്കെ തരത്തിലുള്ളായിരുന്നു, അതോ വാക്കാലുള്ള ഒരു കരാറായിരുന്നു തുടങ്ങിയിട്ടുള്ള പല വിധത്തിലുള്ള സംശയങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. 2,78,00,000 രൂപയാണ് വീണ ടി കൈപ്പറ്റിയിട്ടുള്ളത്. ഈ പണം ഏതിരെ എന്നുള്ള ഒരു ചോദ്യത്തിന് SFIOയ്ക്ക് മുൻപിൽ ആദ്യമേ ഇവർ ചില മൊഴികൾ നൽകിയിട്ടുണ്ട്, ചില രേഖകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ രേഖകൾ ഇഡിക്ക് ലഭിക്കുമ്പോൾ ഇവർ ഇതുവരെ നൽകിയിട്ടുള്ള മൊഴികളും ആ രേഖകളും തമ്മിൽ വെച്ചുള്ള ഒരു നോക്കലായിരിക്കും പ്രധാനമായും നോക്കുക. ആ ഒരു പരിശോധനയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മൊഴിയിൽ ഒരു വൈരുദ്ധ്യമുണ്ടെങ്കിൽ അത് കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് SFIOയ്ക്ക് ഏതൊക്കെ മൊഴികളാണ് നൽകിയിട്ടുള്ളതെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഈ 134 രേഖകൾ ഏറ്റവും നിർണായകമാവുക. ഒപ്പം തന്നെ നിപുണ ഇന്റർനാഷണൽ ഉണ്ട്. അവിടെ നിന്നും വീണ ടി 50 ലക്ഷത്തോളം രൂപ വായ്പ എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് ഏത് രീതിയിലായിരുന്നു, അതുപോലെ തന്നെ വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിപുണ ഇന്റർനാഷണലിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുൻപിൽ ഇന്ന് ഹാജരാകാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫിനാൻഷ്യൽ ഓഫീസർ CMRLന്റെ ഉയർന്ന ഫിനാൻഷ്യൽ ഓഫീസർ സുരേഷ് കുമാർ ഹാജരാവുകയും അവരുടെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ തലത്തിലായിരുന്നു എല്ലാ ഇടപാടുകളും നടന്നത് എന്നുള്ളതാണ് ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്ത ഉൾപ്പെടെ ഇഡിക്ക് ഇതുവരെ നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ അതുകൊണ്ട് തന്നെ 29-ാം തീയതി വീണ ടിക്ക് അതിനിർണായകമെന്ന് തന്നെ പറയാം. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.